ബാക്ക് ടു യൂട്യൂബ് ചാനൽ കസിൻസ് വൈബ്. അപ്പം ഇന്ന് നമ്മൾ രണ്ടാൾക്കാർ മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. പിസ്സ എന്ന് പറയാൻ പറ്റൂല, പക്ഷേ വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് പിസ്സ ഉണ്ടാക്കാം എന്ന ഒരു രീതിയിലൊക്കെ. അതും പിസ്സ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം? ബ്രെഡ് കൊണ്ടാണ്. വെറൈറ്റി ഒക്കെ അല്ലേ നല്ലത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. ആദ്യം തന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ഇളക്കി നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് നമ്മളവിടെ ചിക്കൻ ചൂടാറാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് ഇച്ചിരി പാലിൽ നമുക്ക് 2-3 മുട്ട പാലും കൂടെ മിക്സ് ചെയ്ത് അടിച്ച് വെക്കാം. കുറച്ച് ഉപ്പും കൂടെ 2 നുള്ളി ഉപ്പും കൂടെ ചേർക്കണം. കുറച്ച് കുരുമുളക് പൊടിയും. മുട്ട അടിച്ച് വെച്ച ശേഷം ഇനി നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് നമുക്ക് ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെക്കാം, ചെറിയ സ്മോൾ പീസസ് ആയിട്ട്. അങ്ങനെ ചിക്കൻ എല്ലാം നമ്മൾ ഷ്രെഡ് ചെയ്തു, സ്മോൾ പീസസ് ആക്കി ഷ്രെഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ട ഫുൾ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ബ്രെഡ്, ടൊമാറ്റോ സോസ്, പാലും മുട്ടയും ഉപ്പും കുരുമുളകും കൂടെ അടിച്ച് വെച്ചത്, നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചത്, പിന്നെ നമ്മുടെ മോസറല്ല ചീസ്, പിന്നെ മല്ലിയില, ക്യാപ്സിക്കം, കുറച്ച് ഉള്ളി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം ലെയർ ചെയ്ത് ചെയ്താൽ മതി. നമ്മൾ ലെയറിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ബ്രെഡ് ഈ മിക്സിൽ, നമ്മുടെ മുട്ട മിക്സിൽ മുക്കി ഇതുപോലെ നമ്മൾ ഫുൾ ഈ പാനിലൊന്ന് ലെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ എഗ്ഗ് അതുപോലെ ആ മിക്സിൽ ഈ പാലിൻ്റെ മുട്ടയുടെ മിക്സ് ചെയ്ത് എഗ്ഗൊക്കെ ലെയറാക്കി. ഇനി നമുക്ക് എല്ലാ സാധനങ്ങളും സ്പ്രിങ്കിൾ ചെയ്യാം. അതായത് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇടാം, അതുപോലെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ക്യാപ്സിക്കം ഇടാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉള്ളി സ്പ്രിങ്കിൾ ചെയ്യാം, കുറച്ച് മതി ഉള്ളി. ഉള്ളി വളരെ കുറച്ച് മതി. ഇനി നമുക്ക് കുറച്ച് ഫ്രൈഡ് ചിക്കൻ്റെ അത് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. ഇനി നമുക്ക് കുറച്ച് ചീസ് ഇടാം. അങ്ങനെ നമ്മൾ ചീസ് ഇട്ടു. ഇനി നമുക്ക് അടുത്ത ഒരു ലെയർ ബ്രെഡും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ മിക്സിൽ മുക്കിയിട്ട് നമുക്ക് വെക്കാം.
അങ്ങനെ നമ്മൾ ഫുൾ ബ്രെഡ് സെക്കൻഡ് ലെയർ ചെയ്തു. നമുക്കിതിൻ്റെ മേളിൽ വേണമെങ്കിൽ വളരെ ലൈറ്റായിട്ട് മാത്രം, അകത്ത് നമ്മൾ ആവശ്യത്തിന് കൊടുത്തു, അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് കുറച്ചായിട്ട് മാത്രം നമ്മുടെ ഓണിയൻ, ക്യാപ്സിക്കം, മല്ലിയില എല്ലാം നമുക്ക് വളരെ കുറച്ച് ചീസും ഇട്ടിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. കുറച്ച് ചീസും എല്ലാം കുറേശ്ശെ നമുക്ക് വെക്കാം. അങ്ങനെ നമ്മളെല്ലാം ലെയർ ആക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ചാൽ നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ലെയറിലും ഇതൊന്ന് ഡ്രിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ലെയർ ആക്കിയില്ലായിരുന്നു ആദ്യം, അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഡ്രിപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് റെഡിയായി. നമ്മളിത് കുക്ക് ചെയ്യാൻ റെഡിയായി. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. ക്ലോസ് ചെയ്തിട്ടൊന്ന് മെല്ലെ വെക്കാം. എല്ലാം ഇതിൽ കുക്ക് ചെയ്ത ഐറ്റംസാണുള്ളത്. ബ്രെഡും കുക്കാവാനൊന്നുമില്ല, വേഗം തന്നെ കുക്കാവും. സോ നമുക്ക് വെച്ചാൽ വേഗം തന്നെ ആവും ഇത്. അതുപോലെ നമുക്ക് ഇത് വയ്ക്കാം. ഫുൾ തീയൊന്നും വേണ്ട, നമുക്ക് ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം. എല്ലാം വെന്തതായതുകൊണ്ട് വേഗം തന്നെ ഇത് റെഡിയാവും. അങ്ങനെ നമ്മളെ ഡിലീഷ്യസ് പിസ്സ റെഡി ആയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ഹോം മെയ്ഡ് ഡിലീഷ്യസ് പിസ്സ റെഡിയായി. അങ്ങനെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടുക. കമന്റ് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും, എന്നാലേ നമുക്ക് പുതിയ വീഡിയോസ് സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബൈ.